എന്റെ ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ അവർക്ക് എല്ലാവരും പേടിക്കണം. പക്ഷെ അവിടെ അവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ്. ഒരു പേടിയുടെയും ആവശ്യമില്ല. അവിടെ സമാധാനം മാത്രമായിരിക്കും അവർക്ക് ഉണ്ടായിരിക്കുക. പിന്നെ അവർ പാട്ടുപാടും. പ്രണയം നിറഞ്ഞ ഈ കാലാവസ്ഥയിൽ ഞങ്ങളിതാ ഒരുമിക്കാൻ പോകുന്നു. മതി, എനിക്കിനി ഒരു മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യാൻ കഴിയില്ല. എനിക്ക് പോയേ പറ്റൂ. ഈ അഭിയും പ്രിയ എവിടെയായിരിക്കും? റോഡിൽ രണ്ടുപേരും കൂടി എന്ത് ചെയ്യാ? ഓ, ഈ കട കണ്ടത് എന്തായാലും നന്നായി, അല്ലെങ്കിൽ തണുത്ത് വിറച്ച് ചത്തേനെ. പിന്നെ മുംബൈയിൽ ഇന്നുള്ളതുപോലത്തെ തണുപ്പ് മുമ്പ് ഉണ്ടായിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ? നിന്റെ ഫോണും പൊട്ടിപ്പോയി. അല്ലെങ്കിൽ വീട്ടിലോട്ട് വിളിച്ചിട്ട് വണ്ടി അയക്കാൻ പറയായിരുന്നു. ഇവൾ വീണ്ടും പ്രണവിനെ പറ്റി ഓർത്ത് വിഷമിക്കുകയാണെന്ന് തോന്നുന്നല്ലോ. അതോ ഞാൻ ഇവളെ കെട്ടിപ്പിടിച്ചതുകൊണ്ട് അതിൻ്റെ ദേഷ്യത്തിലിരിക്കുകയാണോ? എന്താ അപ്പീത്? നീ ചിന്തിക്കുന്നതൊന്ന്, പ്രവർത്തിക്കുന്നതാണെങ്കിൽ മറ്റൊന്നും. എന്തായാലും ഇവളുടെ മൂഡൊന്ന് മാറ്റിയെടുക്കണം. പക്ഷെ ചെയ്യുന്നതെല്ലാം ഇവളെ വീണ്ടും വിഷമത്തിലാക്കുകയാണല്ലോ. എന്റെ മനസ്സിപ്പോ എന്തൊക്കെയാ ആഗ്രഹിക്കുന്നത്? വീണ്ടും വീണ്ടും എന്തിനാ ഇങ്ങനെ നടക്കുന്നത്? എന്തിനാ ഞങ്ങൾ വീണ്ടും അടുത്തടുത്ത് വരുന്നത്? ഇദ്ദേഹത്തെ ചേർത്ത് പിടിക്കുമ്പോൾ തോന്നുന്നത് മുൻപ് അദ്ദേഹത്തിന് എന്നോടുണ്ടായിരുന്ന അതേ ഫീലിങ്സ് ഇപ്പോഴും തോന്നുന്നു. അതായത് പ്രണവിന്റെ പ്ലാൻ ഫലിക്കുന്നുണ്ട്. അവൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടക്കുകയാണ്. പക്ഷെ ആ പാവം പ്രണവ് ഇപ്പൊ എന്ത് ചെയ്യായിരിക്കും? ഇവളൊന്നും മിണ്ടുന്നില്ലല്ലോ. ഇവളുടെ മൂഡൊന്ന് ശരിയാക്കാൻ ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഐ തിങ്ക് ഇവൾ വിഷമിക്കുന്നതിൻ്റെ കാരണം ആദ്യം മനസ്സിലാക്കുക വേണ്ടത്. അതൊന്ന് ചോദിച്ചു നോക്കിയാലോ? ഞാൻ കാരണമാണോ അതോ പ്രണവിനെ ഓർത്തിട്ടാണോ ഇവളുടെ വിഷമമൊന്നും? എന്താ ചിന്തിക്കുന്നത്? ഒന്നുമില്ല. നോക്കാത്, ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയതിൽ നിനക്ക് എന്നോട് ദേഷ്യമുണ്ടോ? എനിക്ക് നിങ്ങളോട് ദേഷ്യമാണെന്ന് എപ്പോഴേലും പറഞ്ഞോ? എന്നാ പിന്നെ നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും സംസാരിക്കുമ്പോഴാ ദേഷ്യം. സംസാരിക്കാതിരുന്ന സ്നേഹ വരും. എന്നുവെച്ചാ ഒന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ തന്നതാ. ഞാൻ ദേഷ്യപ്പെടുമ്പോ വാക്കുകളുടെ സഹായം തേടാറുണ്ട്. എന്നാ മിണ്ടാതിരിക്കുമ്പോ എനിക്ക് നിങ്ങളോട് ദേഷ്യമില്ല. അതിനർത്ഥം ഞാൻ പ്രണവിനെ പറ്റി ചിന്തിക്കുകയായിരുന്നു. താങ്ക് ഗോഡ്, ഇവക്ക് എന്തായാലും എന്നോട് ദേഷ്യമില്ല. എനിക്കിനി ഇവളോട് ധൈര്യമായിട്ട് സംസാരിക്കാം. നീ എന്തിനാ പ്രണവിനെ പറ്റി ചിന്തിക്കുന്നത്? എന്താ അവനെ പറ്റി ആലോചിക്കുന്നതെന്ന് പറ. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് പ്രണവിന് ഇഷ്ടമല്ലേ? ഇഷ്ടമല്ല എന്ന് ചോദിച്ചാ? അതായത് ലെറ്റ് മീ എക്സ്പ്ലെയിൻ. കള്ളുടിച്ചിട്ട് പ്രണവ് ആ പെൺകുട്ടിയോട് പെരുമാറിയില്ലേ? അതൊക്കെ കണ്ടിട്ട് നീ വളരെ ടെൻസ്ഡായിട്ട് തോന്നി. ഒരു കാര്യം, പ്രണവ് ഇതെല്ലാം മനഃപൂർവ്വം ചെയ്തതായിട്ട് നിനക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നീ എന്നോട് പറ. അങ്ങനെയാണെങ്കിൽ അവനുള്ള ശിക്ഷ ഞാൻ തന്നെ കൊടുത്തോളാം. ബെസ്റ്റ് ഫ്രണ്ടിനെ നിങ്ങൾ അടിക്കോ? അത് തെറ്റ് ചെയ്താൽ പിന്നെ അടിക്കാതെ എന്ത് ചെയ്യാന്? നീയും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? അതുകൊണ്ടാ. താങ്ക് യു. എന്നാൽ അതിന്റെ ആവശ്യമൊന്നും വരില്ല. ഞാൻ തന്നെ അവനോട് സംസാരിച്ചോളാം. നോക്ക്, ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം. നിനക്കിനി പ്രണവിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ മറ്റൊരു ബോയ് ഫ്രണ്ടിനെ നോക്കുന്നത് നല്ലതായിരിക്കും. എന്നുവെച്ചാൽ എങ്ങനെയുള്ള ബോയ് ഫ്രണ്ട് വേണമെന്ന്? എന്നുവെച്ചാൽ ലവിങ്, കെയറിങ്, ഡെയറിങ്. പിന്നെ ആരാണോ നിന്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുന്നത്, പിന്നെ എപ്പോഴും നിന്നെ സന്തോഷവതിയായി വെക്കുന്ന ഒരാൾ, എപ്പോഴും നിന്റെ കൂടെ നിൽക്കുന്ന ഒരാൾ. അങ്ങനെ ഒരു ബോയ് ഫ്രണ്ടിനെ എനിക്ക് എവിടെ നിന്ന് കിട്ടും? ഇതൊരു പഴഞ്ചൊല്ല് പോലെ ഉണ്ടല്ലോ, താക്കോലിരിക്കുന്നത് കയ്യിലും തപ്പുന്നത് ഉത്തരത്തിലും.
എന്നുവച്ചാ എന്ന് വെച്ചാ ഈ ഞാൻ തന്നെ. എന്തിനെന്നറിയില്ല, എങ്ങിനെന്നറിയില്ല, എപ്പോഴോ നിന്നെ എനിക്കിഷ്ടമായി, ഇഷ്ടമായി. എന്നാണെന്നറിയില്ല, എവിടെയെന്നറിയില്ല, എന്നിലെ എന്നെ നീ തടവിലാക്കി, എല്ലാം സ്വന്തമാക്കി. നീ സ്വന്തമാക്കി. എന്തിനെന്നറിയില്ല, എങ്ങിനെന്നറിയില്ല, എപ്പോഴോ നിന്നെ എനിക്കിഷ്ടമായി, ഇഷ്ടമായി. നീ മറുപടി ഒന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ട് എന്തിനാ? നിങ്ങളെ ബോയ്ഫ്രണ്ട് ആക്കാൻ പറ്റില്ലല്ലോ. നിങ്ങള് ബുക്ക്ഡ് അല്ലേ തനുവിന് വേണ്ടി? ആ അതെ, പക്ഷേ എന്നെ പോലൊരു ബോയ് ഫ്രണ്ടിനെ പിന്നെ നിനക്ക് കിട്ടിയെന്ന് വരില്ല. അലാവുദ്ദീൻ്റെ വിളക്കി തൊട്ട് ചോദിച്ചാൽ പോലും കിട്ടില്ല. നിങ്ങളെ പോലെയല്ല, നിങ്ങളെ തന്നെ. എന്ന് വെച്ചാ എന്നുവച്ചാ നിങ്ങളെപ്പോലെ ഒരാളെ വേണ്ടെന്ന് വെക്കോ? അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് വേണ്ടി ട്രൈ ചെയ്യാം. ആ അടുത്ത ജന്മത്തിൽ കിട്ടുമായിരിക്കും. പക്ഷെ നീ ഉണ്ടല്ലോ, അതിനുവേണ്ടി ഇപ്പോഴേ ബുക്ക് ചെയ്യേണ്ടി വരും. ആ നിനക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ജന്മം തന്നെ കിട്ടിയെന്നും വരാം. അപ്പൊ എനിക്ക് വേണ്ടി തനുവിനെ കളയോ? ആ എന്താ? അല്ല, അതായത് തനുവിനെ കളയുന്നല്ല. നിനക്ക് വേണ്ടി ഞാൻ എന്നെപ്പോലൊരു ബോയ് ഫ്രണ്ടിനെ തപ്പിത്തരും, അത്രേ ഉള്ളൂ. അതായത് ലോയലായ, കെയറിങ് ആയ, സിൻസിയറായ, ഒന്നുമല്ലെങ്കിൽ ആ പ്രണവിനെ അടിച്ചടിച്ച് എന്നെ പോലെയെങ്കിലും ആക്കും, അത്ര തന്നെ. അതിനുശേഷം അവൻ നിന്നെ നല്ല പോലെ നോക്കിയോളൂ. എന്താ? അതിന്റെ ഒന്നും ആവശ്യം വരില്ല. സാർ അടുത്തുള്ളപ്പോ അവൻ മര്യാദക്കാരനാവും. പക്ഷെ സാറ് പോയി കഴിയുമ്പോ നിങ്ങളോടുള്ള ദേഷ്യം കൂടി എന്നോട് തീർക്കും. നീ അതിനെപ്പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. അതിനും എൻ്റെ കയ്യിൽ വഴിയുണ്ട്. എന്ത് വഴി? എണീറ്റ് നിൽക്ക്. എന്തിന്? എണീറ്റ് നിൽക്ക്. എന്തിനാ? എണീക്കാനല്ലേ പറഞ്ഞത്? എന്താ? ഒരു വരനും വധുവും കല്യാണ സമയത്ത് അഗ്നിക്ക് ചുറ്റും വലം വെക്കാറുണ്ട്. അതെ. അതെന്തിനാ ചെയ്യുന്നത്? അത് അഗ്നിയെ സാക്ഷിയാക്കി നമ്മൾ ചെയ്യുന്ന സത്യങ്ങൾ അപ്പോ അഗ്നിയെ പോലെ തന്നെ പവിത്രമായിരിക്കും. അതെല്ലാം ഒരേ മനസ്സോടെ ചെയ്യേണ്ടതാ. അങ്ങനെയാണോ? അതുപോലെ ഒരു വരനും വധുവും അഗ്നിയെ സാക്ഷിയാക്കി വാക്ക് നൽകുന്നത് പോലെ ഒരു ഫ്രണ്ടിന് വാക്ക് നൽകണം. അതെന്താ നിനക്ക് നൽകാൻ പറ്റില്ലേ? എക്സ്പെഷ്യലി ഞാൻ എന്നും നിന്നോടൊപ്പം തന്നെ ഉണ്ടാവും. നിന്നോടൊപ്പം നല്ല സുഹൃത്തായി നിന്ന് ഞാൻ നിന്നെ കെയർ ചെയ്തിരിക്കും. അതുപോലെ തന്നെ ചില സത്യങ്ങൾ നീയും എനിക്ക് ചെയ്തു തരേണ്ടതുണ്ട്. നീയും എൻ്റെ ഫ്രണ്ടാണല്ലോ. സാറിന് ഈ കാര്യങ്ങളിലൊക്കെ വിശ്വാസമുണ്ടോ? നീ വിശ്വസിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നിനക്ക് വേണ്ടി, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി എനിക്കിത് ചെയ്യാലോ. പിന്നെ ഇപ്പോൾ 4 സത്യങ്ങൾ ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. പിന്നെ അത് നിറവേറ്റുകയും വേണം. ഇനിയിപ്പോൾ എന്ത് മറന്നുപോയാലും
ഈ ചെയ്യുന്ന സത്യങ്ങൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ല. ഏതൊക്കെ 4 സത്യങ്ങൾ? നിനക്ക് വേണ്ടി ഞാൻ 4 അല്ല 1000 സത്യം വേണമെങ്കിലും ചെയ്യും. പിന്നെ 3 സത്യം നീയും ചെയ്യേണ്ടതായിട്ട് വരും. അത് നീ നിറവേറ്റുകയും വേണം. എന്താ നിനക്കതിന് പറ്റില്ലേ? നിങ്ങളുടെ ഒപ്പം കഴിയാൻ വേണ്ടി 3 അല്ല, പല ജന്മങ്ങളിലായി ഒരുപാട് സത്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. എന്നെ അത്ര വിശ്വാസമാണോ? എന്നേക്കാൾ കൂടുതൽ. എൻ്റെ കൈ പിടിച്ച എൻ്റെ ഒന്നാമത്തെ വാക്ക്. ഞാൻ അഭിഷേക് മേനോൻ, നിന്റെ ഫ്രണ്ട്. ഈ അഗ്നിസാക്ഷിയായി ഞാൻ നിനക്ക് വാക്ക് തരികയാണ്. ഞാൻ നിന്റെ മാനവും അഭിമാനവും സംരക്ഷിക്കുമെന്ന്. ഇന്നു മുതൽ നിന്റെ അഭിമാനം എൻ്റെ ഉത്തരവാദിത്വമാണ്. രണ്ടാമത്തെ വാക്ക്. രണ്ടാമത്തെ വാക്കെന്ന് പറയുമ്പോൾ എന്താ നോക്കിയിരിക്കുന്നത്? എന്നെ നീ ഒന്ന് ഹെൽപ്പ് ചെയ്യേ. ഞാൻ എന്താ ഹെൽപ്പ് ചെയ്യാനാ? എനിക്കൊന്ന് പറഞ്ഞതാ ഈ വിവാഹത്തിൽ രണ്ടാമത്തെ വാക്ക് എന്താണെന്ന്. അത് പിന്നെ ഇപ്പോ സൗഹൃദത്തിന്റെ പേരിലല്ലേ വാക്ക് തന്നെ, പിന്നെന്തിനാ കല്യാണത്തിന്റെ വാക്ക് ചോദിക്കുന്നത്? ഇപ്പോൾ കല്യാണമായാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും എന്തും ആയിക്കോട്ടെ, സത്യം ചെയ്യുന്നത് ഒന്ന് തന്നെയല്ലേ. ഈ കല്യാണ സമയത്ത് വാക്ക് കൊടുക്കുന്നില്ലേ, അതിനെ കുറച്ച് മോഡിഫൈ ചെയ്ത് നമുക്ക് ഫ്രണ്ട്ഷിപ്പിൽ വാക്ക് കൊടുക്കുന്നതിൽ ഉപയോഗിക്കാം. അതല്ലേ എൻ്റെ ഒരു ശരി. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? രണ്ടാമത്തെ വാക്ക് ഭർത്താവിന്റെ കടമ നിർവഹിക്കുന്നതിനെ കുറിച്ച്. എങ്ങനെയാണോ ഒരു ഭർത്താവ് കടമ നിർവഹിക്കുന്നത്, അതുപോലെ ഈ ഞാൻ അഭിഷേക് മേനോൻ അഗ്നിസാക്ഷിയെ വാക്ക് തരികയാണ്. എല്ലായ്പ്പോഴും നിന്റെ കൂടെ നിന്ന് ഞാൻ ഒരു സുഹൃത്തിൻ്റെ കടമ നിർവഹിക്കും. ഇനി മുതൽ ഒരിക്കലും നിന്നോട് ഞാൻ സോറി പറയില്ല, ഒരിക്കലും താങ്ക്സും പറയില്ല. കൂടാതെ എപ്പോഴും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുകയും ചെയ്യും. ഇനി മൂന്നാമത്തെ വാക്ക്. നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞാൻ ഏറ്റെടുക്കും, പിന്നെ എൻ്റെ എല്ലാ സന്തോഷവും നിനക്ക് തരുന്നതായിരിക്കും. ഈ പറഞ്ഞ വാക്ക് ഒരു തരത്തിൽ ഇതിന് ആപ്റ്റാണ്. കല്യാണവും കൂട്ടുകെട്ടും ഏകദേശം ഒരുപോലെ തന്നെയല്ലേ. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ വാക്കിലേക്ക് ഇതിനെടുക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. അപ്പോ എൻ്റെ മൂന്നാമത്തെ വാക്ക്. ഇന്നു മുതൽ നിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എൻ്റേതായിരിക്കും, നിന്റെ എല്ലാ സന്തോഷവും നിന്റേതുമായിരിക്കും. ഇൻ ഷോർട്ട്, നിന്റെ സന്തോഷങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എനിക്കായിരിക്കും.
നാലാമത്തെ വാക്ക് നാലാമത്തെ വാക്ക് എൻ്റെ മനസ്സിൽ നിന്ന് തന്നെ പറയാം. അതായത് എൻ്റെ മനസ്സിൽ കുറച്ച് എന്തൊക്കെയോ തോന്നുന്നുണ്ട്. അതിൽ നിന്ന് നാലാമത്തെ വാക്ക് ഞാൻ പറഞ്ഞോളാം. ശരി, പറയൂ. നാലാമത്തെ വാക്ക് അപ്പോൾ എൻ്റെ നാലാമത്തെ വാക്കിതാണ്. നിന്നോടൊപ്പമുള്ള എൻ്റെ സുഹൃത്ത് ബന്ധം മറ്റേത് ബന്ധങ്ങളെക്കാളും വലുതായിരിക്കും. അതായത് ഇനി മുതൽ അങ്ങോട്ട് നീ കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് മറ്റാരും. ഏറ്റവും ആദ്യം ഞാനോ? അച്ഛമ്മ കഴിഞ്ഞിട്ട്. ഇപ്പോൾ പറഞ്ഞത് എന്തായാലും സത്യമാണ്. നീ അടുത്തുള്ള സമയത്ത് ഞാൻ മറ്റൊന്നിനെ പറ്റിയും ചിന്തിക്കാറില്ല. അതുപോലെ നീ ഒപ്പമുള്ളപ്പോൾ എനിക്ക് മറ്റാരുടെയും ദുഃഖം ഓർമ്മയിൽ വരാറുമില്ല. അതായത് എൻ്റെ മനസ്സിൽ നീയാണെങ്കിൽ ഏറ്റവും ആദ്യം വരേണ്ടത് നീ തന്നെയല്ലേ. ഇനി നാലാമത്തെ വാക്ക്. പറഞ്ഞു. എന്ത് പറയാൻ? ഇനി നിനക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ പറഞ്ഞു. ഓ, ഞാൻ ഇത്രയും വാക്ക് പറഞ്ഞല്ലേ, ഇനി നിനക്കുള്ള അവസരം. ഓ, അത് സോറി, ഞാൻ മറന്നുപോയി. കൈ തരൂ. എൻ്റെ ആദ്യത്തെ വാക്ക്, നിങ്ങൾ എനിക്ക് തരുന്ന എല്ലാ സന്തോഷത്തെയും സഹായത്തെയും ഞാൻ ബഹുമാനിക്കും. കൂടാതെ ജീവിതകാലം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. അതുകൊള്ളാലോ. നിന്റെ ഒരു വാക്കിൽ ഞാൻ പറഞ്ഞ സത്യമെല്ലാം മുങ്ങിപ്പോയല്ലോ. അബിയുടെ വാക്കെല്ലാം വെറുതെ ആയോ? അപ്പോൾ ബാക്കിയുള്ളതൊന്നും ചെയ്യണ്ടല്ലോ അല്ലേ? ബാക്കി രണ്ടെണ്ണം കൂടി ചെയ്യാന്നേ. അത് ശരി, ഒരെണ്ണത്തിൽ തന്നെ ഇത്രയധികം. അപ്പോൾ ബാക്കിയുള്ള വാക്കുകൾ പ്രദക്ഷിണം വയ്ക്കണ്ടേ? ആ, എൻ്റെ 4 ആയല്ലോ. ഇനി നിന്റെ അല്ലേ? ഓ, എങ്കിൽ ചെയ്തോ. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ഉയർച്ചകളിലും താഴ്ചകളിലും ഞാൻ ഒപ്പം ഉണ്ടാവും. ഇനി അവസാനത്തെ വാക്ക്. ഇത് നമ്മൾ ഒരുമിച്ച് ചെയ്യേണ്ടതാണ്. ഈ 7 പ്രദക്ഷിണവും 7 വാക്കുകളും കൊണ്ട് നമ്മുടെ ബന്ധം എന്നേക്കുമായി പൊട്ടാതെ നിലനിൽക്കണം. അത് ഈ ജന്മം മാത്രമല്ല, മറ്റൊരു ജന്മത്തിലും തകരാൻ പാടില്ല. ഒരു സെക്കൻഡ്. നീ ഇപ്പോൾ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, അതാണ് നീ പറഞ്ഞതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ്. അതായത് നിന്റെ ഒപ്പം ഈ ജന്മം മാത്രമല്ല,
എല്ലാ ജന്മത്തിലും കൂടെ ഉണ്ടാവും. ഒരിക്കലും ഞാൻ നിന്നെ വിട്ട് പിരിയില്ല. പിന്നെ ഞാൻ നിനക്ക് വാക്ക് തരുന്നു, എല്ലാ ജന്മത്തിലും കൂടെ ഉണ്ടാവും ഞാൻ. എന്താ, നീയും അത് ആഗ്രഹിക്കുന്നില്ലേ? എന്താ, എന്ത് പറ്റി? ഓക്കെ അല്ലേ? ഏ